നമസ്കാരം. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കേവലം ആയുധങ്ങൾ വാങ്ങുന്നവനും വിൽക്കുന്നവനും എന്ന നിലയിൽ നിന്ന് മാറി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പങ്കുവെച്ചുകൊണ്ട് സംയുക്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ സന്ദർശനത്തിൽ അന്തിമ രൂപമായ റഫേൽ ഇടപാടിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഇടപാടുകളും നടന്നിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ സാഫ്രൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസും ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്ന് ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനെടുത്ത തീരുമാനം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കരുത്തേകുന്നതാണ് ഈ തന്ത്രപ്രധാനമായ നീക്കം. ഹാമർ അഥവാ ഹൈലി അജൈൽ മോഡുലർ മ്യൂണിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നത് സാധാരണ ബോംബുകളെ അതീവ കൃത്യതയുള്ള സ്മാർട്ട് ആയുധങ്ങളാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. ഫ്രാൻസിലെ മോൺലൂസണിൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യയിലെ നിർമ്മാണശാലകളിലേക്ക് എത്തുകയാണ്. 50-50 എന്ന ഓഹരി പങ്കാളിത്തത്തിൽ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന പുതിയ കമ്പനി വഴി ഹാമർ മിസൈലുകളുടെ നിർമ്മാണവും വികസനവും അറ്റകുറ്റപ്പണികളും ഇവിടെ തന്നെ നടക്കും. തുടക്കത്തിൽ വിദേശത്തു നിന്നുള്ള ഭാഗങ്ങൾ കൂട്ടിയിണക്കി നിർമ്മാണം ആരംഭിക്കുമെങ്കിലും വൈകാതെ തന്നെ ഇതിൻ്റെ 60% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനാണ് പദ്ധതിയിടുന്നത്. ഈ സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരും എന്നത് ശ്രദ്ധേയമാണ്. ഇത് കേവലം ഒരു അസംബ്ലി യൂണിറ്റ് എന്നതിലുപരി വിപുലമായ ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥയായി പ്രവർത്തിക്കും. ഹാമർ കിറ്റുകളുടെ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തൽ, അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളുടെ പരിപാലനം എന്നിവയെല്ലാം ഈ കേന്ദ്രത്തിൻ്റെ കീഴിലായിരിക്കും. ഇതിലൂടെ ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുവാനും ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഭാഗമാകുവാനും അവസരം ലഭിക്കും. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഹാമർ മിസൈലുകൾ നൽകുന്ന യുദ്ധതന്ത്രപരമായ മേധാവിത്വം വളരെ വലുതാണ്. റഫാൽ വിമാനങ്ങളിലും ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങളിലും ഈ മിസൈലുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ ജാമർ സംവിധാനങ്ങളെയും ഇലക്ട്രോണിക് യുദ്ധമുറകളെയും പ്രതിരോധിക്കുവാനുള്ള ശേഷി ഈ ആയുധത്തിനുണ്ട്. അതിർത്തിയിലെ സംഘർഷാവസ്ഥകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കായി കാത്തു നിൽക്കാതെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിപണികളിൽ ഒന്നായി ഇന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ സഹായിക്കും. വെറും വിൽപ്പന എന്നതിലും അപ്പുറം സാങ്കേതിക കൈമാറ്റത്തിലൂടെ ദീർഘകാല പങ്കാളിത്തമാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിക്കുന്നത് ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കും. ആധുനിക യുദ്ധമുറകളിൽ ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ ഉപരി അവ നിർമ്മിക്കാനുള്ള സാങ്കേതിക കരുത്തിനാണ് പ്രാധാന്യമെന്നത് ഈ കരാർ അടിവരയിടുന്നു. ദക്ഷിണേഷ്യൻ മേഖലയിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുവാൻ ഈ സഹകരണം വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.